സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ള ബിഗ് ബോസിലെ ഒരു താരമാണ് അഖിൽ മാരാർ. സംവിധായകനായി എത്തി ഇപ്പോൾ ബിഗ് ബോസ് കടന്ന് സോഷ്യൽ മീഡിയയിലടക്കം താരമായി നിൽക്കുന്നൊരു വലിയൊരു വ്യക്തിത്വം എന്ന് തന്നെ പറയാം. ബിഗ് ബോസിൽ നിന്ന് അദ്ദേഹം നേടിയ പ്രശസ്തി വെച്ച് അദ്ദേഹം ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടെന്ന് പൊതുവെ സോഷ്യൽ മീഡിയ പറയാറുണ്ട്. എന്നാൽ അത് സത്യമാണ് എന്ന് അഖിൽ മാരാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. എനിക്കിപ്പോൾ ബൈക്ക്, കാറൊക്കെ വാങ്ങാൻ പണം ലഭിക്കുന്നു. എവിടെ നിന്നാണ് ഇത്രയും വലിയ പണം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കളിയാക്കിയാണ് എല്ലാവരും ചോദിക്കുന്നതെങ്കിലും അതിന് ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഇന്റർവ്യൂകളിൽ, പരസ്യങ്ങളിലൊക്കെ തന്നെയും നല്ല കാശ് വാങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്തരത്തിൽ ചെലവാക്കാൻ പറ്റുന്നതും. ഞാൻ ഇൻ്റർവ്യൂ നൽകുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് 1 ലക്ഷം രൂപ ചോദിക്കും. അതുപോലെ തന്നെ പ്രൊമോഷനുകൾക്കും ലക്ഷങ്ങൾ വാങ്ങാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉപയോഗം വേണമെങ്കിൽ അതിന് ഞാൻ പൈസ അറിഞ്ഞു തന്നെ ചോദിക്കും. മറ്റുള്ളവരെ ഞാൻ സഹായിക്കും, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ സൗഹൃദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ ഞാൻ എൻ്റെ കരിയറിൽ കലർത്തില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് എൻ്റെ ഭാര്യയും പെൺകുട്ടികളെയും ഒക്കെ നോക്കേണ്ടതാണ്. അവരെന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ വേറെ ഒരു ഇൻകം ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെയും ഭാര്യയും പൊന്നുപോലെ നോക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നോക്കേണ്ട രീതിയിൽ തന്നെ ഞാൻ നോക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു. അഖിൽ മാരാർ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അഖിൽ മാരാർ പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ കാലത്ത് അഖിൽ മാരാറുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ എല്ലാവരും കാത്തിരിക്കാറുണ്ട്. അത്തരമൊരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ചാനലിൻ്റെ നേട്ടമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അഖിൽ മാരാറോട് ഇൻ്റർവ്യൂ ചോദിച്ച് എത്തുന്നത്. എല്ലാവർക്കും കൊടുക്കണം എന്നൊരു നിർബന്ധവുമില്ല. അഖിലിന് തോന്നുന്നവർക്ക് മാത്രം നൽകിയാൽ മതി. അപ്പോൾ ഇത്രയും നാളും ഇൻ്റർവ്യൂ കൊടുത്തത് പണം വാങ്ങിയിട്ടാണോ എന്ന് അത്ഭുതപ്പെട്ടാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അതേ എന്ന് അഖിൽ മാരാർ പറയുമ്പോഴും എല്ലാവർക്കും ഞെട്ടലാണ്. അങ്ങനെ സംഭവിക്കുമോ എന്നും ചോദിക്കുന്നവരുണ്ട്. അതേ എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എന്തായാലും അവർക്ക് എന്നെ കൊണ്ട് കാശ് ലഭിക്കുന്നു. അപ്പോൾ എന്താണ് ഞാൻ അതിലൊരു പങ്ക് ചോദിച്ചാൽ അതിലൊരു തെറ്റുമില്ലല്ലോ. എനിക്ക് നല്ല റെമ്യൂണറേഷൻ ഉണ്ട്. പ്രമോഷനുമൊക്കെ ഞാൻ നല്ല പൈസകൾ വാങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൈസയൊക്കെ വച്ചാണ് ഞാനിപ്പോൾ കാറും ബൈക്കും ഒക്കെ എടുത്തത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വരുമാനമാണ് പലർക്കും ആവലാതിയുള്ളത്. കൃത്യമായി GST ഉൾപ്പെടെ അടച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയുന്നതിലൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല. മുകളിൽ കൊടുത്തതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി GSTയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത്. മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് ആയത് 11 ലക്ഷം രൂപയാണ്. ബൈക്കിന്റെ ടാക്സ് 2.63 ലക്ഷം രൂപയാണ്. ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നതെന്ന് പോലും പലർക്കും അറിയില്ല. ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടിയും പെയ്ഡാണ്. ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരും എന്ന് മാത്രം. എന്നാൽ ഞാൻ തുക വാങ്ങിക്കാതിരിക്കില്ല. എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും പെയ്ഡ് തന്നെയാണ്. 1 ലക്ഷം രൂപയും GSTയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ എൻ്റെ അഭിമുഖം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻവോയ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. 2 ദിവസം മുൻപ് ഞാൻ ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു 15,000 രൂപ പ്രോഫിറ്റ് ലഭിച്ചതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. ഇതുപോലെ എത്രയോ തവണ പിന്നെ വിദേശത്തു നിന്നും ലഭിക്കുന്നത് എത്രയെന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം GST രാജ്യത്ത് ഞാൻ പോകുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ്. അതുകൊണ്ട് ആർക്കും അതിലൊരു സംശയവും വേണ്ട. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.